ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കല്യാണമുള്ള ദിവസമാണ് കേട്ടോ. ഞാൻ പഠിപ്പിച്ച എൻ്റെ സ്റ്റുഡൻ്റായ സുവാനിയുടെ കല്യാണമാണ്. അപ്പോൾ വയ്യനാടുള്ളൊരു കൺവെൻഷൻ സെൻറ്റർ വെച്ചിട്ടാണ് മാരേജ്. അപ്പോൾ ആ മാരേജിന് പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. സൗണ്ടൊന്നും കേൾക്കത്തില്ല. ഇതാണ് എൻ്റെ മൂസിന. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ റിലീജിയസ് ഫംഗ്ഷനൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി. ഞങ്ങളുടെ ജെന്റിൽമാൻ അതിന്റെ വീഡിയോ ഞാൻ ഇടുന്നതാണ്. അങ്ങനെ കല്യാണ പെണ്ണിൻ്റെ എൻട്രി ആയിട്ടോ. നല്ല അടിപൊളിയായിരുന്നു. നല്ല ഡാൻസും പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു. കോപ്പിറൈറ്റ് വരുന്നു എന്ന് വെച്ചിട്ടാണ് ഞാൻ പാട്ടിടാത്തത്. അപ്പോൾ നല്ല രീതിയിലുള്ള ഡാൻസേഴ്സ് ആയിരുന്നു കേട്ടോ. ഇവർ ഈവൻറ്റ് മാനേജ്മെൻറ്റുകാർ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ലാസ്റ്റ് ഒരു സൂഫി ഡാൻസും ഉണ്ടായിരുന്നു. ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു. ഫുള്ള് കിടില ആംബിയൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഗാർലൻഡൊക്കെ വെച്ച് ഒരുക്കി വെച്ചിരിക്കുന്ന സംഭവമായിരുന്നു നേരത്തെ ഞാൻ കാണിച്ചത്. അപ്പോൾ നമ്മൾ സാധാരണ ദൂരെ നിന്ന് കാണുന്നതല്ലേ ഉള്ളൂ. അടുത്ത് പോയി കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാനതൊന്ന് വീഡിയോയിൽ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. ഫുഡ് കഴിക്കാനും അകത്തും എല്ലാം നല്ല തിരക്കായിരുന്നു. ഹലോ 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 ആരാ അതോടെ പറ. ഞങ്ങളൊക്കെ മിസ്സിന്റെ ഫോർമൽ സ്റ്റുഡൻസ് ആണ്. ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല. ഒത്തിരിക്കുന്നു. വേറെ ആരും ഇല്ലടാ. വേറെ എല്ലാരും താഴെ കഴിച്ചിട്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ എന്റെ മക്കളാണ്, എന്റെ പിള്ളേരാണ്. കല്യാണം വരെ തുടങ്ങി എല്ലാരും കഴിച്ചു. കല്യാണം തുടങ്ങിയില്ലേ? കല്യാണം നടക്കുന്നില്ല. ഞാൻ ഫുഡ് കഴിക്കുമ്പോ നീ കഴിച്ചാ? അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ച് നടന്നപ്പോൾ ഞങ്ങളും ഫുഡ് കഴിക്കാനായി പോയി കേട്ടോ. പോകുന്ന വഴിക്ക് നല്ലൊരു ഗ്ലാസ് കണ്ട് കണ്ണാടി കണ്ടപ്പോൾ അവിടെ പോയി ഇന്നൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ഫുഡ് കഴിക്കാനായിട്ട് പോയി. എൻ്റെ അമ്മ ഇന്ദൂർ ജനത്തിലൊക്കെ ഇരിക്കാൻ സീറ്റ് പോലും ഇല്ല കേട്ടോ. മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കിതൊന്നും കഴിച്ചുകൂടെ അലർജി ആണ്. അതുകൊണ്ട് ഏത് കല്യാണത്തിന് പോലും നമുക്ക് ശരണം സദ്യയ്ക്ക് വേണ്ടി കട്ട പോസ്റ്റായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ നല്ല തിരക്കല്ലേ. അപ്പം വിളമ്പി എത്തുന്നില്ലായിരുന്നു അവരങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് എങ്ങനെയല്ലോ കാത്തിരുന്നൊരു വാഴയില കിട്ടി കേട്ടോ. ഒരില കിട്ടി. പിന്നെ അതും പിടിച്ചുകൊണ്ട് കുറേ നേരം ഇരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ പച്ചടി വന്നു. വെള്ളപ്പച്ചടി വന്നു, പിന്നെ ചുമന്ന പച്ചടി, ബീട്രൂട്ട് പച്ചടി വന്നു, പിന്നെ തോരൻ വന്നു, അവിയൽ വന്നു, ഇഞ്ചി വന്നു, നാരങ്ങ വന്നു, മാങ്ങ വന്നു. ഇത്രയൊക്കെയായിരുന്നു കേട്ടോ കറി എന്ന് പറയുന്നത്. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കറികളൊന്നുമില്ല. സാധാ ഒരു നല്ല കുഞ്ഞൊരു സദ്യ. മാങ്ങയച്ചാറ് നല്ല വലുതായിട്ട് അരിഞ്ഞിട്ട് മാങ്ങയച്ചാറ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കറികളെല്ലാം അടിപൊളിയായിരുന്നു. നല്ല കിടില സദ്യയായിരുന്നു. അങ്ങനെ പരിപ്പ് കിട്ടി, പപ്പടം കിട്ടി. നമ്മുടെ കല്യാണത്തിനൊക്കെ പപ്പടം ഒരു വട്ടമല്ലേ നടത്തുള്ളൂ. ഇവിടെ പപ്പടം 2 വട്ടം നിന്നിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും വിശന്ന് പിരിഞ്ഞിരുന്ന് 2 മണിയാവാറായി കഴിച്ചപ്പോൾ. അപ്പോൾ സദ്യ കഴിച്ചു. അടിപൊളി സദ്യയായിരുന്നു. അവിടെ പ്രഥമനായിരുന്നേ. അപ്പോൾ പഴമൊന്നും ഇല്ലായിരുന്നു പ്രഥമൻ്റെ കൂടെ. പിന്നെ രണ്ടാമത് പപ്പടം തന്നപ്പോൾ അതും കൂട്ടി കുഴച്ചങ്ങ് അടിപൊളിയായിട്ട് കഴിച്ച്. പിന്നെ എൻ്റെ ഇടയിലൊന്നും ബാക്കിയില്ലായിരുന്നു. ഇച്ചിരി ഇഞ്ചി എങ്ങണ്ടേ ബാക്കിയുള്ളായിരുന്നു. അങ്ങനെ അടിപൊളിയായിരുന്നു. അതിനുശേഷം കേക്ക് കട്ടിങ് ആയിരുന്നു. നമ്മുടെ ഫാത്തിമ കുട്ടി ഉണ്ടാക്കിയ കേക്കായിരുന്നു. അത് എൻ്റെ സ്റ്റുഡൻറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ് അടിപൊളിയായിട്ട് ബ്ലോഗുണ്ട്. അപ്പോൾ ഒരുപാട് നാൾ കൂടി കണ്ടു. പിള്ളേരുടെയൊക്കെ ഒരു സന്തോഷം കണ്ടു. ഞങ്ങൾ 2 ടീച്ചേഴ്സേ ഉള്ളായിരുന്നു. ഞാനും ഷീന മിസ്സും ആയിരുന്നു. പിന്നെ പിള്ളേരെല്ലാവരും കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് എന്തോ ഒരു സന്തോഷമായിരുന്നു അറിയാമോ. ഡിഗ്രി കഴിഞ്ഞ് ഓരോരുത്തരും ഓരോ കോഴ്സിനങ്ങ് പോയി. പിന്നെ വല്ലപ്പോഴും കൂടി ആരെങ്കിലുമൊക്കെ കോളേജിലൊന്ന് വരുന്നേ ഉള്ളൂ. അങ്ങനെ പിള്ളേർക്ക് നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഇവരെ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. മിസ് ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ പിള്ളേർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ 2-3 സബ്സ്ക്രൈബേഴ്സിനെ ഇന്ന് കിട്ടി. അതിനുശേഷം കിഡിലൊരു സൂഫി ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കോപ്പിറൈറ്റ് വരുന്നുണ്ട്. പാട്ടൊന്നും വെക്കാനുള്ള ഒരു പേടിയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകാനിറങ്ങി. അങ്ങനെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ്. അതെ
ഇതോ ആ ചുമന്ന കാറിലാണ് ഞങ്ങൾ പോണത്. ഞങ്ങൾക്ക് ഒരു ലിഫ്റ്റ് കിട്ടി. അപ്പോൾ അതാ കൊട്ടിയത്ത് വഴിയിൽ നിന്ന് കിട്ടിയതാണ്. കല്യാണത്തിന് വന്നിട്ട് നേരത്തെ അങ്ങ് പോയി. അങ്ങനെ ഞങ്ങൾ വഴിയിൽ വെച്ച് കൊട്ടിയത്ത് നല്ല ഉള്ളിലോട്ടല്ലായിരുന്നു മയ്യനാടെന്ന് പറയുന്നത്. അപ്പോൾ തിരിച്ചു വരാനായിട്ടൊരു കാറ് കിട്ടിയത് കാര്യമായി. അതുകൊണ്ട് ഞങ്ങൾ കൊട്ടിയത്ത് എത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.